ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്റ്റൊമക്ക് എക്സസൈസിന്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയിൽ ഞാൻ സവാള നീര് തേച്ചിട്ടുണ്ടോ. ഇത് മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇത് ഫസ്റ്റത്തെ എക്സസൈസ് ആട്ടോ. ഇത് ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ ദിവസം ചെയ്യുന്നവരും ഹാർഡ്നെസ് കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ വെയിങ് മെഷീനൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ കുറഞ്ഞോ ഇല്ലയോ എന്നും കൂടി അറിയാനായിട്ട് പറ്റത്തില്ല. ഒരു ശരിക്കുള്ളൊരു റിസൾട്ട് വരാൻ നേരത്തെ നമുക്കറിയാൻ പറ്റുള്ളൂ എന്തോരം കുറഞ്ഞു എന്നുള്ളത്. ഒരു വെയിങ് മെഷീൻ ഞാൻ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം വാങ്ങിക്കുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സസൈസ്, ഇടയ്ക്ക് തോന്നും വയറ് കുറഞ്ഞു തോന്നും, ഇടയ്ക്ക് ഭയങ്കര വയറായിട്ട് തോന്നും. അതെന്താണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഇടയ്ക്ക് വയറ് കുറഞ്ഞായിട്ടും ഇടയ്ക്ക് നല്ല വയറുള്ളതായിട്ടും തോന്നാറുണ്ട്. എന്തോ ഡ്രസ്സിങ്ങിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ഇത് ഞാൻ മറ്റേ ഫോണിൽ വീഡിയോ ഓണാക്കാതെ ആട്ടോ ചെയ്യണത്. അതിൻ്റെ ഒപ്പം ചെയ്യണമെങ്കിൽ ആ സ്പോട്ടിൽ അങ്ങോട്ട് ചെയ്തു തരും. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ട് ഒരു മടിയൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. എനിക്ക് ചോറും ഷുഗറും കുറച്ചാൽ തന്നെ നമ്മുടെ പാതി വണ്ണം കുറയുന്നതാണല്ലോ. പക്ഷേ എനിക്ക് ചോറ് കുറക്കാനായിട്ട്, ചോറാണ് ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ടുള്ളത്. ഞാനങ്ങനെ പലഹാരമൊന്നും അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ചോറ് തന്നെ കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറക്കാനായിട്ട് ഇത്തിരി പാടുപെടുന്നുണ്ട് ഞാൻ. എന്നാലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല കേട്ടോ. എങ്ങനെയെങ്കിലും ചോറും ഷുഗറും കുറച്ച് എക്സസൈസ് ചെയ്ത് വണ്ണം കുറക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചേക്കണത്. അപ്പോൾ എന്തായാലും വണ്ണം കുറയുമല്ലോ എന്നൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. ഇത് നമ്മുടെ അടുത്ത എക്സസൈസാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ടഫാട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അടുത്ത എക്സസൈസാട്ടോ. കാൽമുട്ടുകൾ വളരെ മടങ്ങാതെ പൊക്കി പിടിക്കുക. ഇതടുത്ത എക്സസൈസാണ്. പീലുമോളവിടെ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം അവൾക്ക് വെള്ളം കൊടുത്താൽ, കുടിക്കാൻ വെള്ളം കൊടുത്താൽ റൂമിലൊക്കെ ആക്കിയിടും. എൻ്റെ വയറുണ്ട് പലരും ചോദിക്കുന്നുണ്ട് 3ാമതും പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അതുകൊണ്ടാട്ടോ എന്ത് ചെയ്തെങ്കിലും ഇത് വയറ് കുറക്കണം എന്നുള്ളൊരു വാശിയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ വയറൊന്ന് കുറച്ചേ പറ്റുള്ളൂ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര നാണക്കേട് തോന്നുന്നു. എൻ്റെ സൈസിലുള്ള ഡ്രസ്സൊന്നും കിട്ടാറില്ല. XXL, XXL എടുക്കുമ്പോഴാണ് എൻ്റെ സൈസിനുള്ളത് കിട്ടുന്നത്. ഗൈസ്, ഞാനാണെങ്കിൽ സ്വീറ്റ്സൊക്കെ ഒരുപാട് കഴിക്കും. എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും സ്വീറ്റ്സൊക്കെ കണ്ടാൽ കഴിക്കും കേട്ടോ. ഇത് ലാസ്റ്റത്തെ എക്സസൈസാണ്. ഇതോടെ ചെയ്തു വരുമ്പോഴേക്കും ആകെ ടയേർഡായി പോകും കേട്ടോ. പകുതിക്ക് വെച്ച് നിർത്തിപ്പോകാനൊക്കെ തോന്നും. പിന്നെ ഞാൻ വേഗം യൂട്യൂബിൽ വീഡിയോ ഇടണ്ടല്ലേ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ എപ്പോൾ മടി പിടിച്ച് മാറി എന്ന് വിചാരിച്ച് ചോദിച്ചാൽ മതി. അപ്പം നമ്മളെ വയറുതാ കണ്ടിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.